ഇനി നമുക്ക് അരി കുതിർത്തിയിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പം തയ്യാറാക്കുന്നത് നോക്കാം. ഞാനതിന് മുന്നേ അരിപ്പൊടി വെച്ചിട്ടൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അരി വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കലത്തപ്പം തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 4 മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കണമെന്നില്ല, മിക്സിയുടെ ജാറിൽ അരച്ചതിന് ശേഷം ബാക്കി വെള്ളം ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ഒരു 2 ഏലക്കയുടെ കുരു, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. 1 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അരക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, ഒരുപാട് കട്ടി ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി ഒരു 3 അച്ച് ശർക്കര, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ഈ ഒരു ശർക്കരയുടെ മിക്സ്ചർ നമുക്ക് ചൂടോടെ കൂടെ തന്നെ ഒരു അരിമാവിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ചൂടുണ്ടായിരിക്കണം. അത് ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണം, അതല്ലെങ്കിൽ മാവ് കട്ടായി പോവും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും പിന്നെ 2 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരി അരക്കുന്ന സമയത്തും 1/2 കപ്പ് നമ്മൾ ശർക്കര ഒരുക്കുന്ന സമയത്തും. അപ്പോൾ അത്രയും വെള്ളം മതി ഇതിൻ്റെ അകത്തേക്ക്. ഇനി ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് തേങ്ങാക്കൊത്തും കുറച്ച് ചെറിയ ഉള്ളി ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു ബാറ്റർ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് വെക്കുക. എന്നിട്ട് 15 മിനിറ്റ് നേരം ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആവി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കാണാം. നമുക്ക് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റണം കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് അപ്പോഴേ നമ്മൾ കുക്കർ തുറന്ന് നോക്കണ്ട കേട്ടോ. കുറച്ചൊരു 1/2 മണിക്കൂർ നേരം ഇരുന്നതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. എന്നിട്ട് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ വിടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടോ അടി കരിഞ്ഞു പോയിട്ടോ ഒന്നുമില്ല, നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. ചൂടോട് കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരികളൊക്കെ എടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കലത്തപ്പമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു മെഷർമെൻറ്റിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ പുതിയ നല്ല ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.